السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു നമ്മെ അവനിഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ ഇന്ന് 17 ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബദർ യുദ്ധം ഉണ്ടായ ദിനമാണ് റമളാൻ 17. വിശുദ്ധ ഖുർആൻ ഈ ദിവസത്തെ യൗമുൽ ഫുർഖാൻ എന്നാണ് വിശേഷിപ്പിച്ചത്, അഥവാ സത്യാസത്യ വിവേചനത്തിൻ്റെതായ ദിവസം എന്ന്. യൗമൽ തഖൽ ജംആൻ എന്നും കാണാം. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിനം. ഏതാണ് ആ സംഘങ്ങൾ? ഒന്ന് അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ഷിർക്കിൻ്റെ സംഘവും മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള തൗഹീദിൻ്റെ സംഘവും. എന്തുകൊണ്ട് ബദർ? എന്തിനായിരുന്നു ബദർ എന്ന് ചോദിച്ചാൽ അതിന് അല്ലാഹു പറയുന്ന മറുപടി ലിയുഹിക്കൽ ഹഖ വയുബ്തിലൽ ബാത്തിൽ എന്നാണ്. അഥവാ ഹക്കിന്, സത്യത്തെ സ്ഥാപിക്കാനും ബാത്തിലിനെ, മിഥ്യയെ തൂത്തെറിയുവാനും വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ബദർ. അള്ളാഹു ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, വയഖ്തഅ ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ അടിവേര് അറുക്കാൻ കൂടിയായിരുന്നു ബദറിയൻ. സത്യത്തിൽ ഇവിടെ ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ, അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഈ ബദർ യുദ്ധത്തിൻ്റെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന ദീനാണ് യഥാർത്ഥത്തിൽ ഹക്ക്. ആ പ്രബോധനത്തെ എതിർക്കുന്ന തൗഹീദിൻ്റെ ബദ്ധവൈരികളുടെ നിലപാടാണ് ബാത്തിൽ. എന്നാലും ഇവിടെ ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ് എന്ന കാര്യത്തിൽ നിഷേധികൾ അവരുടെ പക്കലാണ് ഹക്ക് എന്നാണ് അവരുടെ വിശ്വാസം. മുസ്ലിങ്ങളുടെ പക്കലുള്ളതാണ് ഹക്ക് എന്നതാണ് അവരുടെയും വിശ്വാസം. അത് അടിയുറച്ച വിശ്വാസവുമാണ്. യുദ്ധത്തിൻ്റെ തലേ ദിവസം നാം 2 പ്രാർത്ഥനകൾ കാണുന്നുണ്ട്. ഒരു പ്രാർത്ഥന അബൂജഹലിൻ്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെടും മുമ്പ് കഅബയുടെ കില്ല പിടിച്ചും, ബദറിലേക്ക് പുറപ്പെടും മുമ്പ് മക്കത്ത് കഅബയുടെ കില്ല പിടിച്ചും, ബദറിലെത്തിയ ശേഷവുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹീം, അള്ളാഹുവെ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധം മുറിക്കുന്നവർ, വആതാന ബിമാ ലാ യുഅറഫ്, ഞങ്ങൾക്കൊന്നും അറിയാത്ത പുതിയൊരു മതം കൊണ്ടുവന്നവർ ആരാണോ, ഫഅഹിൻഹു അൽ ഗദാ, അടുത്ത നിമിഷം, നാളെ അവരെ നീ നശിപ്പിക്കണമേ എന്നാണ് യഥാർത്ഥത്തിൽ അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. അഥവാ പുതിയൊരു മതം കൊണ്ടുവന്നു, ബന്ധത്തിൽ ഛിദ്രതയുണ്ടാക്കി, ബന്ധങ്ങളെ മുറിച്ചു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, ഞങ്ങളുടെ പൂർവികർക്ക് പരിചയമില്ലാത്ത ഒരു മതത്തെ കൊണ്ടുവന്ന അവർ ആരോ അവരെ നീ നശിപ്പിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ മറുപടിയായി അള്ളാഹു തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്: ഇൻ തസ്തഫ്തിഹു, യഥാർത്ഥത്തിൽ നിങ്ങൾ വിജയമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ, വിജയത്തിന് വേണ്ടിയായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ, ഫഖദ് ജാഅകുമുൽ ഫത്സു, നിങ്ങൾ തേടിയ വിജയം നിങ്ങൾക്ക് വന്നെത്തി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ, മുശ്രിക്കീങ്ങൾക്ക് വന്ന വിജയം എന്താണെന്ന് നമുക്കറിയാലോ. അവരുടെ പരാജയമായിരുന്നല്ലോ, മൊത്തത്തിലുള്ള പരാജയം.
അവരുടെ പക്കലല്ല ഹക്ക് എന്ന കാര്യത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പം ഞങ്ങളെ വിജയിപ്പിക്കണം, ഞങ്ങളുടെ പക്കലുള്ളതാണ് ഹക്ക്. മറിച്ച് കുടുംബ ബന്ധം മുറിക്കുന്ന പുതിയ മതം കൊണ്ടുവന്ന അവനെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും പരാജയപ്പെടുത്തണം, നശിപ്പിക്കണമെന്നാണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു പ്രാർത്ഥന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത വിജയം എനിക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുവേ നീ ചെയ്ത വാഗ്ദത്തം നീ പാലിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ ഇസ്ലാം, ഈ ഒരു ന്യൂനപക്ഷത്തെ, ഇസ്ലാമിലെ ഈ ഒരു ചെറു സംഘത്തെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ലാ തുഅബദ് ഫിൽ അർള്, പിന്നെ ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടില്ല. അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അള്ളാഹുവോടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തവരിൽ അള്ളാഹുവെ നല്ല വിശ്വാസമുള്ളവരാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നും അവനാണ് അന്നം നൽകുന്നവൻ എന്നും അവനാണ് മഴ വർഷിപ്പിക്കുന്നത് എന്നും അവനാണ് കണ്ണും കാതും നൽകിയവൻ എന്നും മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെ, ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെ പുറത്തെടുക്കുന്നവനും, അതുപോലെ തന്നെ വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് ലോകത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അള്ളാഹുവാണ് എന്ന് പറയുന്നവരും തന്നെയായിരുന്നു ആര്? മക്കയിലെ ഈ ഖുറൈശികൾ. പക്ഷെ എന്താ കുഴപ്പം? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹുവെ സൃഷ്ടാവായിട്ടും ആരാധ്യനായും കണക്കാക്കുന്നതോടൊപ്പം തന്നെ മുശ്രിക്കുകൾ അള്ളാഹുവിൽ എത്തുവാനും അവനോട് അടുക്കുവാനും മധ്യവർത്തികളെ കൽപ്പിക്കുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ നാം നേരിട്ട് പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ, അവൻ്റെ അടുപ്പം ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ഇടയാളന്മാർ, മധ്യവർത്തികൾ വേണം എന്ന വിശ്വാസക്കാരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അതുകൊണ്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ, വലിയകളെ സ്വീകരിച്ച അവർ എന്തായിരുന്നു അവരുടെ വാദം? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, എന്തുകൊണ്ടാണ് മധ്യവർത്തികളെ, ഇടയാളന്മാരെ, അമ്പിയാക്കളെ, മലക്കുകളെ, ഔലിയാക്കന്മാരെ, മഹാരഥന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നതും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് സുൽഫ, ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഇവരിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിക്കൂ. ഞങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്നവരാണ് അല്ലാഹുവല്ലാത്ത ഈ ഔലിയാക്കന്മാർ, വലിയുകൾ, അല്ലെങ്കിൽ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റ് ദേവേതര ശക്തികൾ എന്നാണ് അവരുടെ വിശ്വാസം. എന്ന് മാത്രമല്ല, വേറെ ഒരിടത്ത് നമുക്ക് ഇങ്ങനെ ഹൗലൈ ശുഫഅഉന ഇൻദല്ലാഹ്, ഇവരാണ് അള്ളാഹുവിന് പുറമെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇവരാണ് അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകർ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവർ എന്നുമായിരുന്നു ഈ മുശ്രിക്കുകളുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അപ്പം ഇവിടെയാണ് യഥാർത്ഥത്തിൽ നാം കാണുന്നത്, ഇവിടെ തൗഹീദും ശിർക്കും തമ്മിലുള്ള മുഖ്യ വ്യത്യാസം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാവുക, നേർച്ച വഴിപാടുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുക. മറുഭാഗത്ത് പ്രാർത്ഥന അള്ളാഹുവോടാവാം, അള്ളാഹുവിനെ നിഷേധിക്കുന്നില്ല, പക്ഷേ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മധ്യവർത്തികളോടും ആരാധനയും പ്രാർത്ഥനയും ആവാം എന്നതായിരുന്നു മുശ്രിക്കുകളുടെ വാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി, അത് പാടില്ല എന്ന് പറഞ്ഞു. അത് ശക്തമായി വിലക്കി എന്ന് മാത്രമല്ല, അതിനു വേണ്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിലകൊണ്ടത്.
അതുകൊണ്ടാണ് ബദർ ഉണ്ടാകുന്നത്. ബദർ എന്ന് പറഞ്ഞാൽ ശരിക്കും തൗഹീദും ഷിർക്കും തമ്മിലുള്ള സംഘട്ടനമാണ്. ആ ബാത്തിലായ ഷിർക്കിനെ, മിത്തിയെ ഉന്മൂലനം ചെയ്ത് യഥാർത്ഥ തൗഹീദിനെ സ്ഥാപിക്കാനുള്ള അങ്ങേയറ്റത്തെ അധ്വാനമായിരുന്നു യഥാർത്ഥത്തിൽ ബദർ യുദ്ധം. നമുക്കറിയാമല്ലോ, ഖുർആനിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഖുർആനിൽ ഏത് പ്രാർത്ഥന നമ്മൾ പരിശോധിച്ചാലും അതൊക്കെ റബ്ബന റബ്ബന എന്നാണ്. നമ്മൾ സക്കരിയ നബിയുടെ, യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ, അങ്ങനെ പോയി ഇബ്രാഹിം നബിയുടെ, മറ്റ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന എല്ലാം റബ്ബന, എന്താണ്? ഞങ്ങളുടെ നാഥ എന്ന് വിളിച്ചു. അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടുന്ന എത്രയോ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാം റബ്ബന, അള്ളാഹുവോട് മാത്രമാണ്. അള്ളാഹു അല്ലാത്തൊരു ശക്തിയോടും എന്തില്ല? പ്രാർത്ഥനയില്ല, വിളിച്ച് പ്രാർത്ഥിക്കാനും പറ്റില്ല. പക്ഷെ മുശ്രിക്കുകളുടെ സ്വഭാവം എന്താണ്? അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കും, പ്രത്യേകിച്ച് വളരെയേറെ പ്രയാസകരമായ ഘട്ടത്തിൽ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അല്ലാത്ത ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരും പ്രാർത്ഥിക്കുമെന്ന് മാത്രമല്ല, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ, അവരുടെ കാലിസമ്പത്തിലൊക്കെ അതിൻ്റെ ഒരു വിഹിതം അത് കൊടുക്കുമ്പോൾ അള്ളാഹുവിനും ഒരു വിഹിതം, അള്ളാഹു അല്ലാത്ത ഈ ബിംബങ്ങൾക്ക്, അല്ലാതെ ദേവേതര ശക്തികൾ, ഈ ബിംബങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വെറും കല്ലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആ കല്ലുകൾ അത് പ്രതിമകളാക്കി, ബിംബങ്ങളാക്കി രൂപപ്പെടുത്തിയത് ഓരോ പ്രവാചകന്മാരുടെ പേരിലാണ്. ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, അവർ ആരാധിച്ചിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയവരുടെ പേരിലുള്ള, അവർക്ക് നേർച്ചയാക്കി അവരുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ബിംബങ്ങൾ, അതിൻ്റെ മുമ്പിലും അവർ നേർച്ചയാക്കും, അതിനുവേണ്ടി അവർ കൊടുക്കും. ഇതായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ബദർ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കങ്ങൾക്കെതിരെയായിരുന്നു എന്ത്? ബദർ. അങ്ങനെ ശിർക്കിനെ ഉന്മൂലനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിൽ ഷഹീദുകൾ ഉണ്ടാക്കുന്നത്. അവരെന്തിനാ മരിക്കുന്നത്? അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം, അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനെ നേർച്ച വഴിപാടുകൾ പാടുള്ളൂ എന്ന് പറഞ്ഞ് പൊരുതിയിട്ട എന്ത്? അവർ ഷഹീദുകളായി പോകുന്നത്. അവരെ വിളിച്ചുകൊണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ ആളുകൾ കേട്ടോ, എന്തിനു വേണ്ടിയാണോ അവർ ഷഹീദുകളാകുന്നത്? നേരെ വിപരീതം. എന്തിനു വേണ്ടിയാ? അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് യുദ്ധം ചെയ്തവർ ഷഹീദാണ് എന്ന്. അങ്ങനെ ഷഹീദുകളായിപ്പോയ മഹാരഥന്മാരായ ബദരീങ്ങൾ അഥവാ സ്വഹാബത്തുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? അവരെ അപമാനിക്കലാണ്, അവരെ പരിഹസിക്കലാണ്. ബദരീങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എന്ന് നിങ്ങൾ കേൾക്കാറില്ലേ? അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ അത് പഠിപ്പിച്ചിട്ടില്ല. എവിടെയും നമുക്ക് അങ്ങനെ കാണാം, ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഹക്ക്, ഇന്നവരുടെ ഹക്ക് കൊണ്ട്, ഇന്നവരുടെ ഹക്ക് കൊണ്ട് വേണോ അള്ളാഹ് എന്തെങ്കിലും നമുക്കത്, അങ്ങനെയൊരു പ്രാർത്ഥനയില്ല. മനസ്സിലായി? ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് എന്നുള്ളൊരു പ്രാർത്ഥന ഇബ്രാഹിം നബിയുടെ ഹക്ക് കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചോ? മൂസാ നബിയുടെ ഹക്ക് കൊണ്ട് ഈസാ നബി പ്രാർത്ഥിച്ചു? അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. പഠിപ്പിക്കാത്ത കാര്യമാണ്, ബിദ്അത്താണ്. പിന്നെ ബദർ യുദ്ധം കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ വർഷം ജീവിച്ചു, അല്ലേ? പക്ഷെ ഒരിക്കലും ബദർ ദിനം ആചരിച്ചില്ല ഇന്നത്തെ പോലെ. നാം ഇവിടെ കാണാത്തുള്ള നാട്ടിലൊക്കെ ഇന്ന് ഭയങ്കര ആഘോഷമാണ്, എത്രയെത്ര ചെമ്പുകളാണ്. അങ്ങനെ ഒരു ആഘോഷമില്ല. അന്ന് ബദർ നടന്നു, ഇസ്ലാം വലിയ വിജയം ഇസ്ലാമിന് ഉണ്ടായി എന്നതിനപ്പുറത്ത് അതിനാഘോഷമാക്കിയില്ല, ബദർ ദിനം ആചരിക്കലാക്കിയില്ല. അങ്ങനെ ആചരിക്കുക എന്നത് അതും ഒരു ബിദ്അത്താണ്. അടുത്ത ഘട്ടം, ആ ബദറിൽ ഷഹീദുകളായി പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ശ്രോതാക്കളെ. അതെന്താണ്? ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുക, രക്ഷിക്കണമേ എന്ന് പറയുക, അവരുടെ ആവലാദികൾ പറയുക, കുഞ്ഞുങ്ങളുണ്ടാകാനും രോഗശമനത്തിന് വേണ്ടിയും അതുപോലെ ആപത്തുകൾ തടുക്കാനും ഒക്കെ അവരോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന അത് ശരിക്കും ശിർക്കുമാണ്, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും ബദർ അത് ഈ ശിർക്കിനെ ഉന്മൂലനം ചെയ്യാനും തൂത്തറിയാനും തൗഹീദിനെ സ്ഥാപിക്കാനും വേണ്ടി ഉള്ളതായിരുന്നു. ബദരീങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അത് യഥാർത്ഥ തൗഹീദിൻ്റെ ആശയമാണ്. അതിൽ അടിയുറച്ച് നിലകൊണ്ട് മുവഹിദുകളായി മരിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത, ഉത്തരവാദിത്തം. അവരെ സ്മരിക്കുമ്പോൾ അവർ നടത്തിയ ധീരോദാത്തമായ പോരാട്ടം എന്തിനു വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവോട് നമുക്ക് വേണം. അള്ളാഹു അവരോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.